ഹലോ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഇപ്പം മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കഴിഞ്ഞൊരു ക്ലാസ്സോട് കൂടി നമ്മൾ ഫസ്റ്റത്തെ 2 മൊഡ്യൂൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റത്തെ 2 മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാസ്റ്റിങ്ങിനെ കുറിച്ചായിരുന്നു. ഫസ്റ്റ് മൊഡ്യൂളിൽ എന്താണ് കാസ്റ്റിങ്ങിൻ്റെ പ്രോപ്പർട്ടീസ്, ടെസ്റ്റിങ്സ്, അപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തു. യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, പാറ്റേൺ എങ്ങനെ മേക്ക് ചെയ്യാം, എന്തൊക്കെ പ്രോബ്ലംസ്, എന്തൊക്കെ എലവൻസ് ഉള്ളത് കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തു. ദെൻ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വന്നപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് കാസ്റ്റിങ്ങിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് വെറൈറ്റി ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ്, ഏകദേശം ഒരു 10-12 ടൈപ്പ് ഓഫ് വെറൈറ്റി കാസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൻ്റെ എല്ലാം ഫിഗേഴ്സ്, എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, എന്താണ് അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ്, അതുപോലെ എന്താണ് അതിൻ്റെ അപ്ലിക്കേഷൻസും കാര്യങ്ങളും ഇതിനെല്ലാം കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫൈനലായിട്ട് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഫൈനലായിട്ട് നമ്മൾ കാസ്റ്റിങ്ങിലുള്ള ഡിഫക്റ്റിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. എന്തൊക്കെ ടൈപ്പ് ഡിഫക്റ്റ് ഉണ്ട്, ഒരു 20 ടൈപ്സ് ഓഫ് ഡിഫക്ട്സ് ഉണ്ട്. നമ്മളൊരു 15-16 ഡിഫക്ട്സ് നമ്മൾ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, അപ്പം ഡിഫക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതും ഡിഫക്ട്സ് ആണ്. ബ്ലോ ഡിഫക്റ്റ്, സ്പിയർ ഡിഫക്റ്റ്, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസൈൻ കൺസിഡറേഷൻ, കാസ്റ്റിങ്ങിലെ ഡിസൈൻ കൺസിഡറേഷനെ കുറിച്ചായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഡിസ്കസ് ചെയ്തത്. അതോടുകൂടി ആ ഒരു കാസ്റ്റിംഗ് എന്ന പാർട്ട് ഏകദേശം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ദെൻ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ നിങ്ങളെ സിലബസിൻ്റെ ടെക്സ്റ്റ് പാർട്ടായ ജോയിനിങ് പാർട്ടിലേക്ക് കിടക്കുകയാണ്. ജോയിനിങ് പാർട്ടിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വെൽഡിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം ഇനി വരുന്ന ഈ അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് വെൽഡിങ്ങാണ്. ആദ്യത്തെ 2 മൊഡ്യൂൾ നമ്മൾ കാസ്റ്റിംഗ് ഡിസ്കസ് ചെയ്തു. ഇനി വരുന്ന അടുത്തൊരു 3 മൊഡ്യൂൾ ജോയിനിങ് പ്രോസസ്സിനെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റത്തെ 2 മൊഡ്യൂൾ പറയുന്നത് വെൽഡിങ്ങിനെ കുറിച്ചാണ്. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ പറയുന്നത് സോൾഡറിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം ഇനിയുള്ള അടുത്ത 2 മൊഡ്യൂൾ ഞാൻ കമ്പൈൻ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം വെൽഡിങ് ആണ് അടുത്ത മൊഡ്യൂളിൽ നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം എന്താണ് വെൽഡിങ്? നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ഇയറിലെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞ് വന്ന വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വെൽഡിങ് എന്താണെന്നുള്ള ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ഒരു ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? വെൽഡിങ് ഈസ് ദ പ്രോസസ് ഓഫ് ജോയിനിങ് 2 മെറ്റാലിക് പീസസ് ടുഗദർ ഇൻ എ പെർമനൻറ്റ് മാനേഴ്സ്. അതായത് 2 മെറ്റൽസ് നമ്മൾ ജോയിൻ ചെയ്യുക, ഒരു പെർമനൻറ്റ് മാനേഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ വെൽഡിങ് എന്ന് പറയുന്നത്. ബൈ യൂസിങ് ഹീറ്റ് ഓർ പ്രഷർ വിൽ ബി അപ്ലൈഡ് ടു ഗെറ്റ് എ ജോയിൻ. നമ്മൾ ഹീറ്റോ അല്ലെങ്കിൽ പ്രഷറോ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ വെൽഡിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സിംപ്ലി വെൽഡിങ് ഈസ് എ പ്രോസസ് ഓഫ് ജോയിനിങ് 2 മെറ്റാലിക് പീസസ് ടുഗദർ ഇൻ എ പെർമനൻറ്റ് മാനർ. Heat or pressure will be applied on the joint. It's called welding. Okay, അപ്പോൾ വെൽഡിങ് എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 2 മെറ്റൽ പീസ് നമ്മൾ ജോയിൻ ചെയ്യുന്ന പെർമനൻറ്റ് മാനേഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ വെൽഡിങ് എന്ന് പറയുന്നത്. ബൈ യൂസിങ് ഹീറ്റ് ഓർ പ്രഷറാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് കോൾഡ് വെൽഡിങ്. അപ്പം വെൽഡിങ്ങിന് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിങ് നമ്മൾ കണ്ടുവരുന്ന മെയിനായിട്ട് വരുന്ന 4 ടൈപ്പ് ഓഫ് വെൽഡിങ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞിരിക്കും, ഒരു എക്സാമ്പിൾ മതി. ടൈപ്പ് ഓഫ് വെൽഡിങ് ആണ്: ഒന്ന് ഗ്യാസ് വെൽഡിങ്, ഒന്ന് ആർക്ക് വെൽഡിങ്, ഒന്ന് റെസിസ്റ്റൻറ്റ് വെൽഡിങ്, ഒന്ന് സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്. ഈ വെൽഡിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു 2 മൊഡ്യൂളിൽ പഠിക്കും. ദെൻ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് വെൽഡിങ്സിനെ കുറിച്ചും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം ബാക്കി. ഓക്കെ, ഇനി അവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വെൽഡിങ് അസോസിയേഷനെ കുറിച്ചാണ്. നമ്മൾ ASME സ്റ്റാൻഡേർഡ്, ഓരോ സ്റ്റാൻഡേർഡിൽ ഓരോ വെൽഡിങ്ങിനും ഓരോ സ്റ്റാൻഡേർഡ്സ് പ്രകാരം പറയുന്നുണ്ട്. ഓരോരുത്തരും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്സാണ് യൂസ് ചെയ്യുന്നത്. അത് അപ്ലിക്കേഷൻസിനനുസരിച്ചാണ് നമ്മൾ ഓരോ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നത്. മെയിൻലി അമേരിക്കക്കാരാണ് മെയിനായിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നതാണ് അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദാറ്റ് ഈസ് ANSI എന്ന് പറയും. അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദാറ്റ് ഈസ് ANSI. അത് കുറേ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്ന ഒരു അസോസിയേഷനാണ്. അതുപോലെ അടുത്തൊരു അസോസിയേഷനാണ് അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട്, API എന്ന് പറയുന്നത്. അതായത് പെട്രോളിയം വിഭാഗത്തിലൊക്കെ നമ്മൾ വെൽഡിംഗ് ഒക്കെ യൂസ് ചെയ്യും. ഇവരൊരു സ്റ്റാൻഡേർഡ് പ്രകാരമാണ്. ദാറ്റ്സ് കോൾഡ് അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, ASME. ഇതാണ് നമ്മൾ പൊതുവെ മൊത്തത്തിൽ യൂസ് ചെയ്ത് വരുന്ന സ്റ്റാൻഡേർഡ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലൊക്കെ ഓരോ വെൽഡിങ്ങിനും കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്ന ഒരു അസോസിയേഷനാണത്. ഇവരുടെ സ്റ്റാൻഡേർഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓരോന്നിൻ്റെ അപ്ലിക്കേഷൻസ് അനുസരിച്ചാണ് നമ്മൾ ഓരോ അസോസിയേഷൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത
അമേരിക്കൻ വെൽഡിംഗ് സൊസൈറ്റി AWS, അത് അവിടെ ഫോളോ ചെയ്യുന്ന ഒരു സംഭവമായിരിക്കാം. ദെൻ അമേരിക്കൻ ബ്യൂറോ ഓഫ് ഷിപ്പിംഗ്, അതായത് ഷിപ്പിങ്ങിൻ്റെ വെൽഡിംഗ് ഒക്കെ ഉണ്ടാവില്ല, വലിയ ഷിപ്പുകൾ കാര്യങ്ങൾ, അപ്പോൾ അതിന് ഓരോരോ വരുന്ന വെൽഡിങ് കാര്യം ഉണ്ടാവും. അവർ ഒക്കെ ഫോളോ ചെയ്യുന്നത് ഈ ഒരു സ്റ്റാൻഡേർഡാണ്. ദാറ്റ് ഈസ് അമേരിക്കൻ ബ്യൂറോ ഓഫ് ഷിപ്പിംഗ്, ദാറ്റ് ഈസ് ABS എന്നാണ് അതിനെ പറയുക. ഓരോന്നിനും ഓരോ അസോസിയേഷൻ ഉണ്ട്. അസോസിയേഷൻ പറയുന്ന സ്റ്റാൻഡേർഡാണ് ഇവരൊക്കെ ഓരോരുത്തരും ഫോളോ ചെയ്യുന്നത്. അപ്പം ഇത് ജസ്റ്റ് ഒരു അസോസിയേഷനാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഭവങ്ങളാണ്. ജസ്റ്റ് അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എക്സാമ്പിളൊക്കെ ആയിട്ട് എഴുതുകയാണെങ്കിൽ എഴുതുകയും ചെയ്യാം. ഓക്കെ, ദെൻ എന്താണ് വെൽഡിംഗ് എന്ന് പറഞ്ഞു. ദെൻ വെൽഡിംഗ് ഈസ് എ ജോയിനിങ് ടു പീസസ് ഓഫ് മെറ്റൽ. 2 പീസസ് മെറ്റൽ തമ്മിൽ ജോയിൻ ചെയ്യാനെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിന് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഹീറ്റിംഗ് ടു ദ ടെമ്പറേച്ചർ ഹൈ ഇനഫ് ടു കോസ് ഓഫ് സോഫ്റ്റനിങ് മെറ്റൽ. അതായത് നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഇതിനെ ഹീറ്റ് ചെയ്യാണ്, ദെൻ അതിനെ നമ്മൾ സോഫ്റ്റൻ ചെയ്ത് മെൽറ്റ് ചെയ്യിപ്പിക്കും, ദെൻ അതിനെ നമ്മൾ സോൾഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്, ഫില്ല് ചെയ്തിട്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വിത്ത് ഓർ വിത്തൗട്ട് ആപ്ലിക്കേഷൻ. നമ്മൾ ഒന്നെങ്കിൽ വിത്ത് ഓർ വിത്തൗട്ട് പ്രഷർ ആപ്ലിക്കേഷൻസ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വിത്ത് ഓർ വിത്തൗട്ട് യൂസ് ഓഫ് ഫില്ലർ മെറ്റൽ. നിങ്ങൾ വെൽഡിങ്ങിൽ കണ്ടില്ലേ, ഒരു ഫില്ലർ മെറ്റൽ അടുത്ത സാധനമാണ് ഈ ജോയിൻറ്റിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ റോഡ് കൊടുത്തിട്ട് ഹീറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഹീറ്റ് ചെയ്യിച്ചിട്ട് ഈ ഫില്ലർ മെറ്റലാണ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത്. 2 മെറ്റൽ ജോയിൻസിൻ്റെ ഇടയിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഈ ഫില്ലർ മെറ്റീരിയൽസാണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന മെറ്റീരിയലുണ്ട്. അല്ലെങ്കിൽ ഹൈ പ്രഷർ കൊടുത്തിട്ട് നമ്മളെ മെറ്റൽ തന്നെ ഒരുക്കി അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന പരിപാടീസ് പ്രോസസ്സസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പറയുന്നത്. ഒന്നാണ് വിത്ത് ആൻഡ് വിത്തൗട്ട് ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ ആൻഡ് വിത്ത് ആൻഡ് വിത്തൗട്ട് യൂസ് ഓഫ് ഫില്ലർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എലമെൻറ്റ്സ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സ്. അതായത് ഒരു വെൽഡിംഗ് പ്രോസസ്സിൽ എന്തൊക്കെ എലമെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒന്ന് ഫില്ലർ മെറ്റീരിയൽസും ഒന്ന് ഫ്ലെക്സും ആണ്. അതുപോലെ തന്നെ വെൽഡിംഗ് പൂൾസുമാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യാറുള്ളത് ഒരു വെൽഡിംഗ് പ്രോസസ്സിൽ. ഫസ്റ്റ് വരുന്ന ഫില്ലർ മെറ്റീരിയൽ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ആ റോഡുമായിട്ട് കാണുന്ന സാധനത്തിൻ്റെ മുകളിൽ ഹൈ പ്രഷറിൽ ഹീറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ ഈ ജോയിൻറ്റ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അതെന്താ നമുക്ക് നോക്കാം. ഫില്ലർ മെറ്റീരിയൽ ആർ യൂസ്ഡ് ടു ഫിൽ ദ സ്പേസ് ബിറ്റ്വീൻ ദ വെൽഡഡ് ജോയിൻറ്റ്. അതായത് ഫില്ലർ മെറ്റീരിയൽ ആർ യൂസ്ഡ് ടു ഫിൽ ദ സ്പേസ് ഓഫ്, അതായത് വെൽഡ് ജോയിൻറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനാണ് നമ്മൾ ഫില്ലർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ, ഫില്ലർ മെറ്റീരിയൽ ഈസ് മെൽറ്റഡ് ആൻഡ് ആഡഡ് ടു ദ ജോയിൻറ്റ് ഡ്യൂറിങ് ദ വെൽഡിംഗ് പ്രോസസ്സ്. അതായത് ഫില്ലർ മെറ്റീരിയൽ ഈസ് മെൽറ്റഡ് നമ്മൾ ഈ ഫില്ലർ മെറ്റീരിയലിന് ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് ഹീറ്റ് ചെയ്ത് അതിനെ മെൽറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ജോയിൻറ്റിലേക്ക് ഫില്ല് ചെയ്യുന്നത്. ദെൻ ആ ജോയിൻറ്റ് ഫില്ല് ചെയ്യില്ല, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഫില്ലർ മെറ്റീരിയൽ ഈസ് മെൽറ്റഡ് ആൻഡ് ആഡഡ് ടു ദ ജോയിൻറ്റ് ഡ്യൂറിങ് ദ വെൽഡിംഗ് പ്രോസസ്സ്. ആ വെൽഡിംഗ് പ്രോസസ്സിൻ്റെ സമയത്ത് നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്തിട്ട് ഈ ഫില്ലർ മെറ്റീരിയലിനെ മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അതിലേക്ക് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഇത് സോൾഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ആഡഡ് എ സ്ട്രെങ്ത് ടു ദ ജോയിൻറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജോയിൻറ്റിന് ഭയങ്കര സ്ട്രെങ്ത് കൂടാണ് ഈ ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫ്ലക്സസ് ആണ്. എന്താണ് ഫ്ലക്സസ് മെയിൻ ഒരു ക്ലീനിങ് ഏജൻ്റ് ആയിട്ടാണ് നമ്മൾ മെയിൻലി ഫ്ലക്സസിനെ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം വെൽഡിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ജോയിൻ്റ് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ആ ജോയിൻസിൻ്റെ മുകളിൽ പല ഇമ്പ്യൂരിറ്റീസും കാര്യങ്ങളും ഉണ്ടാവും. ഈ ഇമ്പ്യൂരിറ്റീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഫ്ലക്സസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ ഈ ഫ്ലക്സും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വല്ല ഓക്സൈഡും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനൊക്കെ റിമൂവ് ചെയ്യാൻ ഈ ഒരു ഫ്ലക്സസിന് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവർ പറഞ്ഞ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലക്സസ് ഈസ് എ ക്ലീനിങ് ഏജൻറ്റ്. നമ്മൾ പറഞ്ഞു ക്ലീനിങ് ഏജൻറ്റ് യൂസ്ഡ് ടു അവോയ്ഡ് ദ കണ്ടാമിനേഷൻ ഓഫ് വെൽഡഡ് ജോയിൻറ്റ് ബൈ ഇമ്പ്യൂരിറ്റീസ് ലൈക്സ് ഓക്സൈഡ്. നമ്മൾ പറഞ്ഞു അതായത് നമ്മളിപ്പോൾ ഒരു ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഫ്ലക്സസ് യൂസ് ചെയ്യുന്നത്. അതായത് ഇത് തമ്മിലുള്ള കണ്ടാമിനേഷൻ വെൽഡ് ജോയിൻറ്റിലുള്ള കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യാൻ അതിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, അതായത് ഓക്സൈഡിൻ്റെയൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഫ്ലക്സസ് ഇതിൽ ആഡ് ചെയ്യുന്നത്. ഓക്സൈഡ്സ് ഇമ്പ്യൂരിറ്റീസ് ലൈക്സ് ഓക്സൈഡ് ബൈ ഓക്സിജൻ കമ്പൈൻഡ് വിത്ത് മെറ്റൽ ഡ്യൂറിങ് ദ വെൽഡിംഗ് പ്രോസസ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ ഫ്ലക്സ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസോൾവഡ് ഓക്സൈഡാണ്. ഈ ട്രാപ്ഡ് ഗ്യാസസും സ്ലാഗ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം ബേസ് മെറ്റൽ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഫ്ലക്സ് യൂസ് ചെയ്യാറുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫ്ലക്സിൻ്റെ മെയിൻ യൂസസും അതുകൊണ്ടാണ് ഈ ഒരു എലമെൻ്റായിട്ട് നമ്മൾ വെൽഡിങ്ങിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് വെൽഡ് പൂൾസ് ആണ്. അതായത് വെൽഡ് പൂൾസ് എന്താ പറയുന്നത് വെച്ചാൽ ഡൈം സൈസ്ഡ് വർക്കബിൾ പോർഷൻ ഓഫ് എ വെൽഡ് ഹിയർ ദ ബേസ് മെറ്റൽ. അതായത് ഡിമൈസൈസ്ഡ് വർക്കബിൾ പോർഷൻ ഓഫ് എ വെൽഡ് വേർ ദ ബേസ് മെറ്റൽ ഹാസ് ബീൻ റീച്ച്ഡ് ടു മെൽറ്റിംഗ് ആൻഡ് ഇറ്റ്സ് റെഡി ടു ഇൻഫ്യൂസ്ഡ് വിത്ത് ഫില്ലർ മെറ്റീരിയൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, വെൽഡ് പൂൾ ഈസ് എ സെൻട്രൽ ടു ദ സക്സസ് ഓഫ് വെൽഡിംഗ് പ്രോസസ്. വെൽഡ് പൂൾ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് സക്സസ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഈ ഒരു വെൽഡ് പൂളാണ്. ഓക്കെ, ദെൻ വെൽഡ് പൂൾ ഈ സോൾഡിഫൈ ടു ബിക്കം എ വെൽഡ് ബീഡ്സ്. ഈ വെൽഡ് പൂൾസ് സോൾഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് വെൽഡ് ബീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 എലമെൻറ്റ്സ് ആണ് മെയിൻലി നമ്മൾ ഫില്ലർ മെറ്റീരിയൽ, ഫ്ലക്സസ് ആൻഡ് വെൽഡ് പൂൾ. ഈ 3 മെറ്റീരിയലാണ് മെയിൻലി നമ്മൾ ഒരു വെൽഡിംഗ് പ്രോസസ്സിൽ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെൽഡിംഗ് ടെർമിനോളജി എന്താണെന്ന് നോക്കാം. വെൽഡിംഗ് ടെർമിനോളജി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 2 മെറ്റൽ പീസ്, ആ 2 മെറ്റൽ പീസ് ജോയിൻ ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും കാര്യങ്ങളും അതുപോലെ എന്തൊക്കെയാണ് അതിൽ നടക്കുന്ന സംഭവങ്ങളെന്ന് ജസ്റ്റ് പറയുന്നുള്ളൂ, എന്തൊക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ പറഞ്ഞുകൊണ്ടോ പെർമനൻറ്റ് മെറ്റൽ എന്ന് പറഞ്ഞാൽ 2 മെറ്റൽസാണ്. അത് 2 മെറ്റൽസ് തമ്മിലുള്ള ഒരു ഗ്രൂവ് ജോയിൻ്റ് ആണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ആ ഗ്രൂവ് ജോയിൻറ്റ് ചോദിക്കാൻ നമ്മളൊരു ഫില്ലർ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു. ആ ഫില്ലർ മെറ്റീരിയലിൽ നമ്മൾ ഗൺ ഓർ ടോർച്ച്, അതുപോലെ ഡയറക്ഷൻ ഓഫ് മോഷൻ, വെൽഡ് പൂള്, നമ്മൾ ആർക്ക്, അതായത് ഇതിൻ്റെ മുകളിൽ ഹൈ ആർക്കിൽ ഹീറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഫില്ലർ മെറ്റീരിയൽസ് ഫില്ല് ചെയ്യാണ്. അതാവും എക്സസ് ഓഫ് വെൽഡ് മെറ്റീരിയൽസ് ആണ് പൊന്തി കിടക്കുന്ന സംഭവം. ഓക്കെ, ഈ സംഭവം എന്ന് പറയുന്നത് എക്സസ് ഓഫ് വെൽഡിങ് മെറ്റീരിയൽസ് ആണ്. ഈ ഒരു ഗ്യാപ്പിലൂടെയാണ് ഇത് ഫില്ല് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഗ്യാപ്പാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള പോർഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ ഉണ്ടല്ലോ ആർക്ക്, ഹൈ പ്രഷറിലുള്ള ആർക്കാണ് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഫില്ലർ മെറ്റീരിയൽ നമ്മൾ ഹീറ്റ് ചെയ്യുകയും അത് മെൽറ്റ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് വരുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു വെൽഡിംഗ് ടെർമിനോളജി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ മെയിനായിട്ടുള്ള 2 മെറ്റൽ പീസസ് ഉണ്ടാവും, പിന്നെ അതുപോലെ ഫില്ല് ചെയ്യുന്ന മെറ്റൽ റോഡ്സ് ഉണ്ടാവും, ദെൻ ഒരു ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതുണ്ടാവും, ഒരു ഗൺ ഓർ ടോർച്ച്, അതിനെയാണ് നമ്മൾ ഈ വെൽഡിംഗ് സെറ്റ് എന്ന് പറയില്ല. അത് തന്നെ ഇത് പറഞ്ഞാൽ വെൽഡിംഗ് പൂളാണ്. അതുപോലെ തന്നെ ഈ ഒരു കാണിക്കുന്നതാണ് എക്സസ് ഓഫ് വെൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ പെനിട്രേഷൻ ബീഡ് ആൻഡ് ക്രോസ് സെക്ഷൻ ഓഫ് ടിപ്പിക്കൽ വെൽഡ്, ഈ ഒരു സംഭവമാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഒരു വെൽഡിംഗ് ടെർമിനോളജിയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എഡ്ജ് പ്രിപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, അതായത് എൻ്റെ ഏറ്റവും എഡ്ജിൽ എങ്ങനെയാണ് വരുന്നത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു വെൽഡിംഗ് ടെർമിനോളജിയിൽ പഠിക്കേണ്ട സംഭവം. അതായത് എന്തൊക്കെയാണ് ഉണ്ടാവുക, 2 മെറ്റൽസ് ഉണ്ടാവും, ജോയിൻ്റ് ഉണ്ടാവും, അതിൽ ഫില്ല് ചെയ്യുന്ന ഫില്ലർ മെറ്റീരിയൽസ് ഉണ്ടാവും, അതിൽ വരുന്ന എക്സസ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ടാവും, ദെൻ വെൽഡിംഗ് സെറ്റ് ഉണ്ടാവും, അതിൻ്റെ മുകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർക്ക് ഉണ്ടാവും, ദെൻ ആ ഗ്യാപ്പ് കാണിക്കണം, എത്രയാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ട ഗ്യാപ്പ് എത്രയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു വെൽഡിംഗ് ടെർമിനോളജിയിൽ നമ്മൾ കാണിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ദ മെയിൻ വെൽഡിംഗ് പ്രോസസ് യൂസ്ഡ് ഇൻ ജനറൽ എഞ്ചിനീയറിംഗ്, അതായത് ജനറൽ എഞ്ചിനീയറിംഗ് പർപ്പസിൽ നമ്മൾ മെയിൻ വെൽഡിംഗ് പ്രോസസ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കാര്യങ്ങളാണ് പറയുന്നത്. ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇത് ജനറൽ എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, വെൽഡിംഗ് പ്രോസസ്സ്, മെയിൻ വെൽഡിംഗ് പ്രോസസ്സ് യൂസ് ഇറ്റ് ഇൻ ജനറൽ എഞ്ചിനീയറിംഗ്. മെയിൻലി നമ്മൾ 2 ടൈപ്പ് ഓഫ് വെൽഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഒന്ന് ഫ്യൂഷൻ വെൽഡിംഗ്, അതായത് ഫില്ലർ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ പ്ലാസ്റ്റിക് ഓർ പ്രഷർ വെൽഡിംഗ്, നമ്മൾ ഹൈ പ്രഷർ യൂസ് ചെയ്തിട്ടുള്ള വെൽഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഓർ ഹൈ പ്രഷർ യൂസ് ചെയ്തിട്ടുള്ള വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ അണ്ടർ പ്രഷർ വിത്തൗട്ട് അഡീഷൻ ഓഫ് ഫില്ലർ മെറ്റീരിയൽ. ഇതിൽ നമ്മൾ ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്യില്ല, ഓൺലി പ്രഷർ മാത്രമായിരിക്കും. മറ്റേത് പറഞ്ഞാൽ ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ നോ പ്രഷർ ഈസ് റിക്വേർഡ് ബട്ട് വിത്ത് അഡീഷൻ ഓഫ് ഫില്ലർ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ ആദ്യം പറഞ്ഞാൽ ഒന്നിൽ ഫില്ലർ മെറ്റീരിയൽ ഉണ്ടാവും, ഒന്ന് ഫില്ലർ മെറ്റീരിയൽ ഉണ്ടാവില്ല. ഓക്കെ, രണ്ടിലും ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഹീറ്റ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഫസ്റ്റ് നമ്മൾ പ്രഷർ വെൽഡിങ് എടുക്കുകയാണെങ്കിൽ ഹീറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 3 ടൈപ്പ് ഓഫ് ഇത് വരുന്നു. ഒന്ന് ബ്ലാക്ക് സ്മിത്ത് ഫയർ വരുന്നുണ്ട്, സെക്കൻഡ് വൺ ഈസ് ഇലക്ട്രിക് കറണ്ട് വരുന്നുണ്ട്, ദെൻ നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ അതിൽ ബ്ലാക്ക് സ്മിത്തിലുള്ളതാണ് ഫോർജ് വെൽഡിങ്. അതായത് നമ്മൾ ഫോർജിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് മെറ്റൽസിനെ അടിച്ച് പരത്തുക, അതായത് നമ്മൾ സാധനത്തിനെ ഹീറ്റ് ചെയ്യിച്ചിട്ട് നമ്മൾ വേണ്ട സൈസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സംഭവമില്ലേ, അതിൽ വരുന്ന ടൈപ്പ് ഓഫ് ജോയിൻസിങ് പ്രോസസ്സാണ് ഫോർജ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന 4 ടൈപ്പ് ഓഫ് വെൽഡിംഗ് ജോയിൻ്റ് ഉണ്ട്. ഒന്ന് ലാപ്പ് വെൽഡിംഗ്, ഒന്ന് ബട്ട് വെൽഡിംഗ്, ഒന്ന് വി വെൽഡിംഗ്, ഒന്ന് ടി വെൽഡിംഗ് എന്ന് പറയുന്നത് 4 ദെൻ വേറെ ഒന്ന് ഇലക്ട്രിക് കറണ്ട്, ഹൈ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്തിട്ട് ഏതൊക്കെ ജോയിനിങ് ആണ് നമുക്ക് നടക്കുന്നത്. അതിൽ വരുന്നതാണ് റെസിസ്റ്റൻറ്റ് വെൽഡിംഗ് എന്നാണ്. ഈ റെസിസ്റ്റൻറ്റ് വെൽഡിങ്ങിൽ തന്നെ 5 ടൈപ്പ് ഓഫ് റെസിസ്റ്റൻറ്റ് വെൽഡിംഗ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സ്പോട്ട് വെൽഡിംഗ്, പ്രൊജക്ഷൻ വെൽഡിംഗ്, സീം വെൽഡിംഗ്, ബട്ട് വെൽഡിംഗ് ആൻഡ് പ്രിക്വേഷൻ വെൽഡിംഗ്. ഓക്കെ, ഇങ്ങനത്തെ 5 ടൈപ്പ് ഓഫ് വെൽഡിംഗ് ആണുള്ളത്. ദെൻ അതിൽ വരുന്ന പ്ലാസ്റ്റിക് ഓർ പ്രഷറിൽ വരുന്ന അവസാന ടൈപ്പ് ഓഫ് വെൽഡിംഗ് ആണ് കെമിക്കൽ റിയാക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള വെൽഡിംഗ്. അതിൽ വരുന്നതാണ്
തെർമിറ്റ് വെൽഡിങ് വിത്ത് പ്രഷർ. അതിൽ ആകെ ഒന്നേ വരുള്ളൂ, തെർമിറ്റ് വെൽഡിങ് വിത്ത് പ്രഷർ. ഇത്രയും ടൈപ്പ് ഓഫ് വെൽഡിംഗ് ആണ് മെയിൻലി നമ്മൾ ജനറലി പ്രഷർ യൂസ് ചെയ്തിട്ടുള്ള വെൽഡിങ് വരുന്നത്. അടുത്ത ഫ്യൂഷൻ അഥവാ ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് വെൽഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഹീറ്റ് ക്രിയേറ്റ് ചെയ്ത 3 ടൈപ്പ് ഓഫ് വെൽഡിങ് അതിന് വെൽഡിങ്ങാണ്. ഒന്ന് ഗ്യാസ്, ഒന്ന് ഇലക്ട്രിക് ആർക്ക്, ഒന്ന് കെമിക്കൽ റിയാക്ഷൻ. ഈ 3 ടൈപ്പ് ഓഫ് വെൽഡിങ്ങിനാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3 ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്യാസ് വെൽഡിങ്ങിനെ കുറിച്ച് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഓക്സി അസെറ്റലൈൻ വെൽഡിങ്, സെക്കൻഡ് വൺ ഈസ് എയർ അസെറ്റലൈൻ വെൽഡിങ്, തേർഡ് വൺ ഈസ് ഓക്സി അതർ ഫ്യൂവൽ, ദാറ്റ് ഈസ് ഹൈ പ്രഷർ ആൻഡ് ലോ പ്രഷർ വെൽഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഈസ് ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ് ആണ്. ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ആർക്ക് വെൽഡിങ്ങിൽ തന്നെ നമുക്ക് 6 ടൈപ്പ് ഓഫ് ആർക്ക് വെൽഡിംഗ് പഠിക്കേണ്ടത്. ഒന്ന് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, കാർബൺ ആർക്ക് വെൽഡിംഗ്, ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ്, ആർഗൺ ആർക്ക് വെൽഡിംഗ്, അതുപോലെ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്, ആറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിംഗ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് കെമിക്കൽ റിയാക്ഷൻസ് ത്രൂ വരുന്നത് തെർമിറ്റ് വെൽഡിംഗ് വിത്തൗട്ട് പ്രഷറാണ് വരുന്നത്. ഓക്കെ, ഇത്രയും ടൈപ്പ് ഓഫ് വെൽഡിങ്ങിനെ കുറിച്ചാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ജനറൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ ജസ്റ്റ് ഒരു ഈ വെൽഡിങ്ങിനെ ഓരോന്നിനും ക്ലാസിഫൈ ചെയ്തത് മെയിൻലി നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഫസ്റ്റ് ആർക്ക് വെൽഡിംഗ്, സെക്കൻഡ് വൺ ഗ്യാസ് വെൽഡിംഗ്, തേർഡ് വൺ ഈസ് റെസിസ്റ്റൻറ്റ് വെൽഡിംഗ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് തെർമിറ്റ് വെൽഡിംഗ്, ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ്, ആൻഡ് സിക്സ്ത് വൺ ഈസ് ന്യൂയേഴ്സ് വെൽഡിംഗ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റിലേറ്റഡ് പ്രോസസ് വെൽഡിംഗ്. ഇതിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ആർക്ക് വെൽഡിങ്ങും അതിൻ്റെ ടൈപ്സ് ഓഫ് വെൽഡിങ്ങും, ദാറ്റ് ഈസ് കാർബൺ ആർക്ക്, മെറ്റൽ ഇനേർട്ട് ഗ്യാസ്, ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ്, പ്ലാസ്മ ആർക്ക്, സബ്മേർജ്ഡ് ആർക്ക്, ഇലക്ട്രോസ്ലാഗ് ആർക്ക്, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഗ്യാസ് വെൽഡിംഗ്, ദാറ്റ് ഈസ് ഓക്സി അസെറ്റലൈൻ വെൽഡിംഗ്, എയർ അസെറ്റലൈൻ വെൽഡിംഗ്, ആൻഡ് ഓക്സി ഹൈഡ്രജൻ വെൽഡിംഗ്. തേർഡ് വൺ ഈസ് റെസിസ്റ്റൻറ്റ് വെൽഡിംഗ്, ദാറ്റ് ഈസ് ബട്ട്, സ്പോട്ട്, സീം, പ്രൊജക്ഷൻ, പ്രിക്യൂഷൻ. ദെൻ ലാസ്റ്റ് തെർമിറ്റ് വെൽഡിംഗ്, ദെൻ സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്ങിനെ കുറിച്ചാണ് നമുക്ക് മെയിൻലി ഇതിൽ പഠിക്കുന്നത്. ദാറ്റ് ഈസ് ഫ്രിക്ഷൻ, അൾട്രാസോണിക്, ഡിഫ്യൂഷൻ, എക്സ്പ്ലോസീവ് വെൽഡിങ്ങിനെ കുറിച്ചാണ് ഈ ഒരു മൊഡ്യൂളിൽ മെയിൻലി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതാണ് ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെയിൻലി നമ്മൾ കാസ്റ്റിംഗ് പ്രോസസ്സ് ഉണ്ട്, മെഷീനിങ് പ്രോസസ്സ് ഉണ്ട്, ഫോമിംഗ് പ്രോസസ്സ് ഉണ്ട്, ജോയിനിങ് പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ഈ മാനുഫാക്ചറിങ് പ്രോസസ്സ് 1 എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാസ്റ്റിംഗ് പ്രോസസ്സ്, അത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നമ്മളിനി പഠിക്കാൻ പോകുന്നത് ജോയിനിങ് പ്രോസസ്സിനെ കുറിച്ചാണ്. അതാണ് നമ്മൾ ഈ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഈ സെമ്മിൽ സെക്കൻഡായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ നെക്സ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് മാനുഫാക്ചറിങ് പ്രോസസ്സ് 2 എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്. അതിൽ ഡിസ്കസ് ചെയ്യുന്നത് മെഷീനിങ് പ്രോസസ്സും ഫോമിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ് അവിടെ പഠിക്കാനുള്ളത്. അതായത് ബോറിംഗ്, ഡ്രില്ലിംഗ്, മില്ലിംഗ് കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കുന്നത്. അതിൽ ഫോമിംഗ് പ്രോസസ്സിൽ ഫോർജിങ്, എക്സ്ട്രൂഷൻ, ഷീറ്റ് മെറ്റൽ ഫോമിംഗ് കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ജോയിനിങ്. ജോയിനിങ്ങിനെ ഞങ്ങളോട് പറഞ്ഞു 3-4 ടൈപ്പ് വെറൈറ്റി ഓഫ് ജോയിനിങ് ഉണ്ട്. ഒന്ന് മെക്കാനിക്കൽ ഫാസ്റ്റനിങ് ഉണ്ട്, അഡിസീവ് ജോയിനിങ് ഉണ്ട്, വെൽഡിംഗ് ജോയിനിങ് ഉണ്ട്, ബ്രേസിംഗ് ജോയിനിങ് ഉണ്ട്, സോൾഡറിങ് ജോയിനിങ് ഉണ്ട്. ഇതിൽ നമ്മൾ ആദ്യം ഫസ്റ്റത്തെ ഈ 2 മൊഡ്യൂൾ, ഇനിയുള്ള 2 മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് വെൽഡിങ്ങിനെ കുറിച്ചും, ദെൻ ഫൈനൽ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രേസിങ്ങിനെയും സോൾഡറിങ്ങിനെയും അഡിസീവ് ജോയിനിങ്ങിനെയും മെക്കാനിക്കൽ ഫാസ്റ്റനിങ്ങിനെയും കുറിച്ചാണ് പഠിക്കുന്നത് ലാസ്റ്റ് മൊഡ്യൂൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോയിനിങ് ആണ് വെൽഡിങ്. അതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് 2 മൊഡ്യൂളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി 4 കൂടി ഒരു മൊഡ്യൂളായിട്ട് ലാസ്റ്റ് മൊഡ്യൂളിലും നമ്മൾ ഡിസ്കസ് ചെയ്യും ജോയിനിങ് പ്രോസസ്സ്. അങ്ങനെ ജോയിനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു മാനുഫാക്ചറിങ് 1 എന്ന സബ്ജക്റ്റിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുമായതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ വെൽഡിങ്ങിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വെൽഡിങ് എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് നമ്മൾ ഒരു വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്നത്, ദെൻ ക്ലാസിഫിക്കേഷൻ, എത്ര ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അതുപോലെ മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെയും ജോയിനിങ് പ്രോസസ്സിനെയും കുറിച്ച് ഒരു ഏകദേശം ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി വെൽഡിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ തുടങ്ങാം. പിന്നെ അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങളെ ഫസ്റ്റ് ഇൻറ്റേർണൽ എക്സാം നമുക്ക് നടത്തണം. അപ്പോൾ ആദ്യത്തെ 2 മൊഡ്യൂളാണ്, അതായത് കാസ്റ്റിങ്ങിൻ്റെ പാർട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ ഡേറ്റ് എന്നാ വേണ്ടത് നിങ്ങൾ നാളെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മെൻഷൻ ചെയ്യണം. കാരണം നമുക്ക് നെക്സ്റ്റ് വീക്ക് ഒന്നെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച എന്ന രീതിയിൽ നമുക്ക് എന്തായാലും എക്സാം നടത്തണം. ഓക്കെ, അപ്പം നിങ്ങളത് ആലോചിച്ചിട്ട് പറയാം, എന്നാ വേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ചിട്ട് പറയാം. ഓക്കെ, എല്ലാവരും ആലോചിച്ചിട്ട് എത്രയും പെട്ടെന്ന് പറയാം. അടുത്ത ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആയിട്ട് നമുക്ക് എന്തായാലും എക്സാം നടത്തണം. അത് ഡേറ്റ് എന്നാ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ.
പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത്രയും കാര്യങ്ങളെ പറയുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ വെൽഡിങ്ങിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.